ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ഭയപ്പെടുത്താൻ ഇറങ്ങി തിരിച്ച് അതിഭയാനകമായ തിരിച്ചടികൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അറബ് രാജ്യങ്ങളും ഇറാനും ഇന്ത്യയും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും ഒക്കെ ചേർന്ന് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അമേരിക്കയിൽ അതിശൈത്യം രൂക്ഷമാകുന്നതും അമേരിക്കൻ പ്രസിഡന്റിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ വരുന്നതുമൊക്കെ ട്രംപിന് വെള്ളിടിയായിരിക്കുകയാണ്. നോക്കാം ട്രംപിന് എന്തൊക്കെ തിരിച്ചടികളാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കിട്ടിയത് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി എന്ന് പറയുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ പ്രതിരോധം തന്നെയാണ്. ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തി തങ്ങൾക്കൊപ്പം നിർത്തുകയോ തങ്ങളുടെ ആജ്ഞകൾ അനുസരിപ്പിക്കുകയോ ചെയ്യാൻ സാധിക്കുമെന്ന ട്രംപിൻ്റെയും അമേരിക്കയുടെയും ചിന്തകൾ മുഴുവൻ പാളിപ്പോയതാണ് കഴിഞ്ഞ ദിവസം ഇറാനിൽ നമ്മൾ കണ്ടത്. അമേരിക്ക അവരുടെ ഏറ്റവും വലിയ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കണുമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അതിവേഗം എത്തിയപ്പോൾ ട്രംപ് കരുതിയത് ഇറാൻ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ വഴി ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് വരും എന്നാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ ട്രംപിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ നയതന്ത്ര പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഇതുമായി ബന്ധപ്പെട്ട് ചില അറബ് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനെ ഒപ്പം നിർത്താൻ അല്ലെങ്കിൽ ഇറാനെ കൊണ്ട് തങ്ങളുടെ ആജ്ഞകൾ അനുസരിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അമേരിക്ക ഒരു വശത്തു കൂടി ശ്രമിച്ചിരുന്നു. അതായത് ഒരു വശത്ത് ഞങ്ങൾ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ട്രംപ് വീരവാദം മുഴക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് അറബ് രാജ്യങ്ങൾ വഴി എങ്ങനെയെങ്കിലും ഇറാനെ ബന്ധപ്പെട്ട് ഒരു സമരസപ്പെടലിലേക്ക് പോകാൻ വേണ്ടി, ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. ഇത് അമേരിക്കൻ പ്രസിഡന്റിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഒരു വശത്ത് ഞങ്ങൾ ഇപ്പോൾ തീർക്കുമെന്ന് പറയുകയും മറുവശത്ത് കൂടി പോയി കാല് പിടിക്കുകയും ചെയ്യുന്ന രണ്ട് വള്ളത്തിൽ കാലിടുന്ന രാഷ്ട്രീയ നിലപാടില്ലായ്മ, ഇച്ഛാശക്തി ഇല്ലായ്മയാണ് ഇവിടെ പ്രകടമായി കാണുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരത്തിൽ വലിയ തോതിൽ നാണം കെടുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇറാനിലേക്ക് ഇപ്പോൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ പടക്കപ്പലുകൾ എങ്ങോട്ടെന്നില്ലാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, നങ്കൂരമിട്ട് കിടക്കുകയാണ്. അതായത് ഇന്നലെയൊക്കെ അന്താരാഷ്ട്ര കപ്പൽചാലിലേക്ക് കടന്നുകൊണ്ട് അവിടെ വെച്ച് ഈ കപ്പലുകൾ ഉപയോഗിച്ച്, ഈ കപ്പലിലെ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുമെന്ന് ഇന്നലെ രാവിലെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്താണ്? ഇറാൻ അപ്പോൾ തന്നെ പുതിയൊരു വിവരം പുറത്തുവിട്ടു. ഞങ്ങളുടെ തീരദേശ ഡിഫൻസ് സിസ്റ്റം അത് എന്തിനും തയ്യാറാണ്. അതായത് കടൽ തീരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ ഒക്കെ ഞങ്ങൾ സജ്ജമാക്കുകയാണ്. അതുപോലെ ആയിരക്കണക്കിന് ഡ്രോണുകൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തകൾ വന്നു. അതുപോലെ തന്നെയാണ് മിസൈലുകൾ, ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഈ കപ്പലുകളെ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ് എന്ന വാർത്തകളും വന്നു. ഇതോടുകൂടി ട്രംപിന് മനസ്സിലായി ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന് ആദ്യം തകരാൻ പോകുന്നത് ട്രില്യൺ കണക്കിന് ഡോളർ വിലയുള്ള തൻ്റെ സാമഗ്രികൾ, ആയുധങ്ങളായിരിക്കും, അല്ലെങ്കിൽ പടക്കപ്പലുകളായിരിക്കും എന്ന് ട്രംപിന് മനസ്സിലായി. അതോടൊപ്പം അറബ് രാജ്യങ്ങളിലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം ഭസ്മമാക്കാൻ പോകുന്ന ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട് എന്ന വാർത്തകളും വന്നതോടെ ട്രംപിന് നിൽക്കക്കള്ളിയില്ലാതായി. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഒരു വശത്ത് ഇറാൻ അതിശക്തമായിട്ട് അമേരിക്കയ്ക്ക് പ്രതിരോധം തീർത്ത് തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളിക്ക് അതേ ഭാഷയിൽ തന്നെ തിരിച്ചടി കൊടുക്കുകയാണ് ഇറാൻ. മറ്റൊരു കാര്യം നോക്കുക, പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളെ മാറ്റി നിർത്തി സംസാരിച്ചാൽ ഈ അറബ് രാജ്യങ്ങളിൽ സൗദിക്ക് ഇറാനോട് വിരോധമുണ്ട്. പക്ഷേ ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ് UAE-ക്കൊപ്പം രംഗത്ത് വന്നത് സൗദിയാണ്. സൗദി അറേബ്യ പറയുന്നു ഇറാനെതിരെ ആക്രമണം ഞങ്ങൾ അംഗീകരിക്കില്ല. ഒമാൻ പറയുന്നു ഇറാനെ തൊട്ടാൽ വിവരമറിയുന്ന സാഹചര്യം ഉണ്ടാകും. ഖത്തർ പറയുന്നു, ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളത്, അൽ ഉദൈദ് എയർബേസ്. അവിടെയാണ് ഏറ്റവും വലിയ സന്നാഹം. ഒരു യുദ്ധമുണ്ടായാൽ ഇറാനെ ഏറ്റവും അധികം ആക്രമിക്കാൻ സാധ്യതയുള്ള നിരന്തരമായ ആകാശ യുദ്ധങ്ങൾക്ക് വേണ്ട എല്ലാ സാമഗ്രിയും ഉള്ളത് ഈ അൽ ഉദൈദ് എയർബേസിലാണ്. അത് ഖത്തറിലാണ് ഇരിക്കുന്നത്. ആ ഖത്തർ തന്നെ പറയുകയാണ്
ഒരു കാരണവശാലും ഇറാനിലേക്കുള്ള ആക്രമണം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, അമേരിക്ക അത് ചെയ്യാൻ പാടില്ല എന്ന്. എന്താണ് കാരണം? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിഭയാനകമായ തിരിച്ചടികൾ അമേരിക്കയെ തേടിയെത്തും എന്നുള്ളത്, ഖത്തറിനെ തേടിയെത്തും എന്നുള്ളത് ഖത്തറിന് അറിയാം. അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക്, ഖത്തറിനുള്ളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയാൽ അത് ഖത്തർ എന്ന രാജ്യത്തെയും ബാധിക്കും, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും തകരാൻ കാരണമാകും. അതുകൊണ്ട് ഖത്തറും പിന്മാറി. UAE ആദ്യമേ പറഞ്ഞു, ഒരു തരത്തിലുള്ള ആക്രമണവും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ഞങ്ങളുടെ കടൽ തീരത്തോ ഞങ്ങളുടെ ആകാശത്തോ ഒക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ആക്രമണം അമേരിക്ക നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അറബ് രാജ്യങ്ങളും ശക്തമായ പ്രഹരം അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക്, ട്രംപിൻ്റെ ചിന്തകൾക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത തിരിച്ചടി കിട്ടിയത് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തു നിന്നാണ്. ഇറാനെതിരായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം വന്നു. എന്താണ് ആ പ്രമേയത്തിൽ പറഞ്ഞത്? ഇറാൻ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കൊല്ലുന്നത് നിർത്തിവെക്കണം, അതിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പുറപ്പെടുവിക്കണം, പാസ്സാക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ പ്രസക്തി ഇസ്രായേൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് കാലം കുറേ. ഐക്യരാഷ്ട്രസഭ എന്ത് പറഞ്ഞാലും പോയി പണി നോക്കണോ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഗസയിൽ കുരുതികൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കപ്പെടുന്ന പ്രമേയത്തിന് അന്താരാഷ്ട്ര തലത്തിലൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇറാനെതിരായിട്ടൊരു പ്രമേയം വന്നപ്പോൾ, ഇറാൻ സ്വന്തം രാജ്യത്തെ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊല്ലുന്നു എന്നതിനെതിരെ ഒരു പ്രമേയം വന്നപ്പോൾ ഇന്ത്യ ഇറാനൊപ്പം നിന്നു. അതായത് ഇറാനെതിരെ നടപടിയെടുക്കണമെന്ന പ്രമേയത്തിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് പറഞ്ഞു, ഇറാനെതിരായ നിലപാടില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ഇറാനെതിരായ പ്രമേയത്തിൽ ഒപ്പുവെച്ചില്ല. ആ പ്രമേയം പാസ്സായെങ്കിലും ഈ ഒരു നീക്കം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ചൈനയും ഇന്ത്യയും തമ്മിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ട് ചൈനയുമായിട്ട് ഒരു ചങ്ങാത്തം ഇന്ത്യ സൂക്ഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ വലിയ അടുത്ത ബന്ധമുണ്ടാവുകയും സൗദി പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യ ഇറാനുമായി അടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇറാനുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയാണ്. കാരണം ഇറാനും സൗദിയും രണ്ട് ധ്രുവങ്ങളിലാണ്, എതിരെ നിൽക്കുന്നവരാണ്. അപ്പോൾ ഇറാനുമായി കൂടുതൽ ചങ്ങാത്തമുണ്ടാക്കുക, ചൈനയും റഷ്യയും ഇറാനും ഇന്ത്യയും ഒക്കെ ചേർന്ന് പശ്ചിമേഷ്യയിൽ ഒരു വലിയ ശക്തി കേന്ദ്രം ഉടലെടുക്കുക എന്നുള്ളതാണ് ട്രംപിന് നേരിടുന്ന അടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ചെയ്തത് നേരെ പോയി യൂറോപ്യൻ യൂണിയനുമായി കരാറിൽ ഒപ്പിടുകയാണ്. അതും ട്രംപിന് കിട്ടിയ വലിയ പ്രഹരമാണ്. അതായത് ട്രംപ് എല്ലാവരെയും ഭയപ്പെടുത്തി കാൽക്കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സകലരും പോയി പണി നോക്കണോ എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, അമേരിക്കയെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണ് ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു മാറ്റം. അതായത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. ലോകത്തെ ശാക്തിക ചേരികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് പുതിയ ഒരു ശാക്തിക ചേരി ഉണ്ടാകുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഞാൻ ഇതിനെയൊക്കെ വളഞ്ഞിട്ടുള്ള ആക്രമണമായി തന്നെയാണ് കാണുന്നത്. അതായത് അമേരിക്ക മറ്റുള്ളവരെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ സകലരും പല വഴിക്ക് അമേരിക്കയെ തിരിച്ച് ആക്രമിക്കുന്നു. അത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ട്രംപിനെ സംബന്ധിച്ച് ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന അതേ സമയത്ത് ട്രംപ് ഭയന്ന് വിറയ്ക്കുന്ന മറ്റൊരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ പ്രകൃതി ദുരന്തമുണ്ടാകുന്നു, കൊടും മഞ്ഞുണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു, അത് വേറെ. അതല്ലാതെ രാഷ്ട്രീയപരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ വെല്ലുവിളി ഉണ്ടാകുന്ന വിധത്തിലേക്ക് അവിടെ ജനങ്ങൾ ട്രംപിനെതിരെ തിരിയുന്നു. അവിടുത്തെ സെനറ്റ് അംഗങ്ങൾ ട്രംപിനെതിരെ തിരിയുന്നു. ന്യൂയോർക്ക് മേയർ മംദാനി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ട്രംപിനെ ഏറ്റവും അധികം തുറന്നെതിർത്ത മംദാനി അവിടെ ന്യൂയോർക്ക് മേയറായി വരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ സ്ഥിരബുദ്ധിയില്ലാത്ത പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ട്രംപിനെ വാഴ്ത്തുന്നു, അല്ലെങ്കിൽ ട്രംപിനെ അങ്ങനെ അവഹേളിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ സ്വന്തം രാജ്യത്ത് നിന്ന് പോലും വലിയ തിരിച്ചടികൾ ട്രംപ് ഏറ്റുവാങ്ങുകയാണ്. ഇത് ട്രംപിനെ സംബന്ധിച്ച് ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. അധിക നാൾ ഇതുപോലെ എല്ലാവരെയും വെറുപ്പിച്ച് തോന്നിയവാസം കാണിച്ച് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നു കയറി വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെയുള്ള നടപടികളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വാർണിംഗ് സിഗ്നൽ തന്നെയാണ് നിലവിൽ ട്രംപിന് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരെ കടുത്ത തിരിച്ചടികൾ ഉണ്ടാകുന്നു. ട്രംപ് അതിൽ വലിയ തോതിൽ അസ്വസ്ഥനാണ്. ട്രംപിൻ്റെ പദ്ധതികൾ, അമേരിക്കയുടെ സാമ്രാജ്യത്വ അജണ്ടകൾ കാര്യമായി വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.